പിന്നെ അതിനുള്ള സമയമുള്ളവർ നടക്കുമായിരിക്കും, ഞാൻ നടക്കില്ല. നമ്മൾ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ, കവറേജ് ഉണ്ടെങ്കിൽ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്ത്, അല്ലെങ്കിൽ നമുക്കത് കേസ് കൊടുക്കണമെങ്കിൽ തന്നെ അത് പെറ്റീഷൻ എഴുതി കൊടുത്ത് നമ്മൾ പോരുകയാണ്. പിന്നെ അതിൻ്റെ പുറകെ നടക്കില്ല. സമയമില്ലാത്തവരങ്ങനെ ചെയ്യുക. അന്ന് ആ ഡ്രൈവർ ചീത്ത വിളിച്ചു. അതെ, അന്ന് പിന്നീട് MVDനെ കണ്ടു എന്ന് പറഞ്ഞു. അവരുടെ അഭിപ്രായം അല്ല, അവരെന്തായിരുന്നു റെസ്പോൺസ് ചെയ്തത്? അല്ല, അവരിതുവരെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഇതുവരെ ഒന്നുമില്ല MVDന്റെ ഭാഗത്ത്. MVDയുടെ അവർ അന്നത്തെ ഷെഡ്യൂൾ പ്രകാരം ആരായിരുന്നു എന്നുള്ളത് അവർ നോക്കിയിട്ട് അതിൻ്റെ തെളിവെടുപ്പ് നടത്തുമെന്നാണ് മിനിസ്റ്റർ പറഞ്ഞത്. നമ്മൾക്കതല്ലേ അറിയുള്ളൂ. അത് ആരാണെന്നുള്ളത് ഞാൻ പല സ്ഥലങ്ങളിലും ഞാൻ ചോദിച്ചിട്ടുണ്ട്, MVD എവിടെ. കാരണം ഈ പറഞ്ഞ ഡ്രൈവറുടെ പേരും വിവരങ്ങളും എഴുതിയെടുത്തതാണ് MVD ഓർക്കാതിരിക്കില്ല. ഇത്രയും വിഷയം ഉണ്ടായിട്ടും MVD കാര്യം ഓർക്കാതിരിക്കില്ല. MVD ഒരാളല്ല, അത് ഡ്രൈവ് ചെയ്ത് വന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു, വേറൊരാൾ, അങ്ങനെ ഒരു 2-3 പേര് ആ വണ്ടിയിലുണ്ടായിരുന്നു.